ഗും ഗുരുഭ്യോ നമഃ. ഏവർക്കും പ്രണാമം. നമുക്ക് ശ്രീ വാൽമീകി രാമായണത്തിലേക്ക് തന്നെ മടങ്ങാം. സീതാസമീപത്തിൽ ഇരിക്കുന്ന സരമ എന്ന രാക്ഷസി ഇത്രയും പറയുമ്പോഴേക്കും പടയൊരുക്കുന്ന ഭയങ്കര ശബ്ദം അലയടിച്ചു തുടങ്ങി. പെരുമ്പറയൽ കോലുകൊണ്ടടിക്കുന്ന നാദം കേട്ട സരമ മധുരത്തേൻ പോലെ സംസാരിക്കുന്നവൾ വീണ്ടും തുടർന്നു. ഹേ ഭീരു, ഈ ഭീകര പടഹനാദം കേൾക്കുന്നത് പട കൂട്ടുന്നതിനാണ്. ഇടിനാദം പോലെ ഭേരിനാദം കേൾക്കുന്നില്ലേ? മതഗജങ്ങൾക്ക് കോപ്പുകൾ ഇട്ടു തുടങ്ങി. തേരുകളിൽ കുതിരകളെ കെട്ടുന്നു. ആയിരം കുന്തക്കാർ അശ്വങ്ങളിൽ കയറി തിമർക്കുന്നു. ആയുധജാലങ്ങൾ ഏന്തിയ കാലാൽ പടകൾ സംഘമായി ഒത്തുകൂടുന്നു. സൈന്യങ്ങൾ അത്ഭുതകരമായി രാജവീഥികളിൽ തിങ്ങിയിരിക്കുന്നു. നദീപ്രവാഹങ്ങൾ കടലിൽ ചേരുമ്പോൾ ഉണ്ടാകുന്ന ഉച്ചത്തിലുള്ള ഇരമ്പം പോലെ സ്വച്ഛങ്ങളായ ആയുധങ്ങൾ, അണിപ്പരിചകൾ, പോർച്ചട്ടകൾ, സ്വർണ്ണനിർമ്മിതങ്ങളായ തേരുകൾ, കോപ്പുകൾ എല്ലാം അണിഞ്ഞ ആനകൾ, കുതിരകൾ, കാലാൾപ്പടകൾ എന്നിവയുടെ നാനാവർണ്ണങ്ങൾ വേനലിൽ അഗ്നി ആളിക്കത്തുന്ന കാട് പോലെ പ്രകാശിക്കുന്നത് കാണൂ. കുടമണികളുടെ നാദം, തേർ ഉരുളുന്ന ഒച്ച, കുതിരകൾ ചെനയ്ക്കുന്ന ശബ്ദം ഇവയെല്ലാം പെരുമ്പറ നാദത്തോടിടകലർന്ന് മുഴങ്ങുന്നത് കേൾക്കൂ. നിശാചരേന്ദ്രൻ്റെ അനുയായികളായ അസുരപ്പട രോമാഞ്ചജനകമായ മട്ടിൽ ക്ഷേമമായി ഒരുങ്ങുന്നു. സീതേ ദേവിയിൽ സന്തോഷശ്രീ അണഞ്ഞു. നക്തഞ്ചരന്മാരിൽ അനർത്ഥവും. തണ്ടാരിതൾ കണ്ണനായ രാഘവൻ അസുരന്മാരെ ദേവേന്ദ്രൻ എന്ന പോലെ യുദ്ധത്തിൽ രാവണനെ നിഗ്രഹിക്കും. കോപത്തെ വെന്നവനും അചിന്ത്യ പരാക്രമിയുമായ ശ്രീരാമൻ ലക്ഷ്മണനോടുകൂടി ഇന്ദ്രനോടൊന്നിച്ച് വിഷ്ണുവെന്ന പോലെ ദൈത്യസംഘത്തെ നശിപ്പിക്കും. ശരണ്യന്മാർക്ക് കൽപ്പകവൃക്ഷവും അമിത്രന്മാർക്ക് കാട്ടുതീയുമാണ് ദേവിയുടെ ഭർത്താവ്. ശത്രുക്കളെ വീഴ്ചതിനു ശേഷം എത്തുന്ന രാമചന്ദ്രൻ്റെ അംഗതലത്തിലിരിക്കുന്ന ദേവിയെ ഞാൻ കാണും. ഹേ ശോഭനാംഗി, സിദ്ധാർത്ഥയായ ദേവി ആനന്ദ കണ്ണീരൊഴുക്കും. വിശാലവും സുദൃഢവുമായ മാറിൽ ദേവിയെ അണച്ച് ഗാഠഗാഠം പുണരും. ഏറെ മാസങ്ങളായി നിതംഭാലംബിയായ ഏകവേണിയെ ആ മഹാബലൻ ഉടനെ വേർപെടുത്തും. ശരൽക്കാലത്തിൽ ഉദിച്ച പൂർണ്ണചന്ദ്രനെ പോലെയുള്ള ആ വദനം കാണുമ്പോൾ ദേവി ശോകബാഷ്പത്തെ പെൺപാമ്പ് വള പോലെ ദൂരെ കളയും. സുഗാർഹനായ ദേവൻ അതിവേഗത്തിൽ ആശരേശ്വരനെ നിഗ്രഹിച്ച് ഓമലാളായ ദേവിയോടൊന്നിച്ച് സുഖം നേടും. ആ മഹാത്മാവിൻ്റെ അമേയ വീര്യകർമ്മങ്ങൾ കേൾക്കുന്ന ദേവി ആനന്ദക്കടലിൽ പതിക്കും. ശ്രീരാമദേവൻ്റെ പൗരുഷ വർത്തമാനങ്ങൾ സത്വൃഷ്ടിയാൽ ഭൂമിയിൽ സസ്യാഭിവൃദ്ധി ഉണ്ടാക്കുന്നത് പോലെ ദേവിയിൽ തുഷ്ടി വളർത്തും. ഉത്തുംഗമായൊരു മാമലയെ വലം വയ്ക്കുന്ന അശ്വശ്രേഷ്ഠനെ പോലെ ഭൂചക്രവാളത്തെ പ്രദക്ഷിണം ചെയ്യുന്ന കർമ്മസാക്ഷിയെ ശരണം പ്രാപിക്കൂ. ഭുവനവാസികൾക്കെല്ലാം നിദാനമായിട്ടുള്ളത് ആ ദേവനല്ലേ? അഴലാഴിയിൽ ആണ്ടിരിക്കുന്ന അവനീപുത്രിക്ക് സരമയുടെ വാക്കുകൾ മണ്ണിന് മഴയെപ്പോലെ ആഹ്ലാദമേറ്റി. സഖിയും ദേവിയുമായി കരുതുന്ന സീതയ്ക്ക് എന്തെങ്കിലും ഒരു ഹിതം ചെയ്യുവാൻ ആഗ്രഹിക്കുന്ന സരമ കാലത്തെ നല്ല പോലെ അറിയുന്ന മഞ്ജുഭാഷിണി സുസ്മേരവദനത്തോടെ തുടർന്നു പറഞ്ഞു. ദേവി അസിതേഷണേ, ദേവിയുടെ വാക്കുകൾ അതേപോലെ ശ്രീരാമനെ അറിയിച്ച് രഹസ്യമായി തിരികെ വരുവാനുള്ള ശേഷി എനിക്കുണ്ട്. ആലംബരഹിതമായ ആകാശത്തിൽ കൂടി പോകുന്ന എന്നെ പിന്തുടരുവാൻ സാക്ഷാൽ വൈനതേയനോ വായുവിനോ കൂടി സാധിക്കില്ല. സരമയുടെ വാക്കുകൾ കേട്ട സീതാദേവി പ്രസന്നയായി. ആദ്യമായി ഉണ്ടായിരുന്ന അഴലിനു ചേർന്ന മട്ടിൽ മധുരവും സ്നിഗ്ധവുമായി ഉത്തരമരുളി ചെയ്തു. സ്വർഗമോ പാതാളമോ പ്രവേശിപ്പാൻ കെൽപ്പുള്ളവളാണ് നീയെന്ന് എനിക്കറിയാം. എന്നാൽ എനിക്ക് വേണ്ടി പ്രിയമെന്തെങ്കിലും ചെയ്യണമെന്ന് മനസ്സിൽ ഉറപ്പായി തോന്നുന്നുണ്ടുവെങ്കിൽ ഒരു കാര്യം അറിയുവാൻ ആഗ്രഹമുണ്ട്. രാവണൻ എന്താണ് ചെയ്യാൻ ഒരുക്കം എന്ന് അറിഞ്ഞു വരൂ. ലോകരെ മുഴുവൻ കരയിക്കുന്നവനും ക്രൂരനും ദുഷ്ടനുമായ രാവണൻ്റെ മായ കൊണ്ട് എൻ്റെ ബോധം മദ്യപാനത്താൽ എന്ന പോലെ മങ്ങുന്നു. എൻ്റെ ചുറ്റും കാത്തുകൊണ്ടിരിക്കുന്ന ഈ കൊടിയ രാക്ഷസികളെ കൊണ്ട് എപ്പോഴും എന്നെ തർജിപ്പിക്കുകയും ഭർസനം ചെയ്യിപ്പിക്കുകയുമാണ്. അതുകൊണ്ട് എൻ്റെ മനസ്സ് ഉഴലുന്നു. ശങ്കകൾ പലതും ഉദിക്കുന്നു. ഒരു സ്വാസ്ഥ്യവും ഉണ്ടാകുന്നില്ല. ഉഴന്ന ഞാൻ അവനെ പേടിച്ച് ഈ അശോകവനിയിൽ അഭയം തേടിയ ഞാൻ അവൻ്റെ വർത്തമാനങ്ങൾ എന്തെല്ലാം, തീരുമാനങ്ങൾ എന്തെല്ലാം എന്നിവ അറിഞ്ഞാൽ സന്തുഷ്ടയായി തീരും. ആ വാർത്ത എനിക്ക് ഒരു അനുഗ്രഹമാണ്. ഇങ്ങനെ പറയുന്ന സീതാദേവിയുടെ കണ്ണുനീർ തുടച്ചുകൊണ്ട് സരമ മധുരമായി പറഞ്ഞു. ദേവിയുടെ ആഗ്രഹം ഇതാണെങ്കിൽ ഞാനിതാ പോകുന്നു. ജനകരാജകുമാരി
ശത്രുവിൻ്റെ ഹൃദയരഹസ്യം അറിഞ്ഞ് ഞാനിതാ എത്തിക്കഴിഞ്ഞു. ഇത്രയും പറഞ്ഞ സരമ നിശാചരേന്ദ്രൻ്റെ സമീപത്തേക്ക് ഉഴറിപ്പോയി. മന്ത്രിമാരോടൊന്നിച്ച് രാവണൻ ആലോചിച്ചതും തീരുമാനിച്ചതും മറന്നു നിന്ന് സരമ മനസ്സിലാക്കി. ആ ദുരാത്മാവായ രാജാവിൻ്റെ തീർപ്പ് കൊണ്ട് സംഭവിക്കുന്നതും അവൾക്ക് അറിയാൻ സാധിച്ചു. ഉത്തരക്ഷണത്തിൽ അശോകവനികയിൽ തന്നെ കാത്തുകൊണ്ടിരിക്കുന്ന ജാനകിയുടെ സമീപത്തിൽ അവളെത്തി. ചെന്താമരപ്പൂ വിട്ടുവന്ന മഹാലക്ഷ്മിയെപ്പോലെ ദിവ്യശോഭയെഴുന്ന സീതയെ അവൾ കണ്ടു. മടങ്ങി വന്ന സരമയെ സസ്നേഹം ആലിംഗനം ചെയ്ത സീതാദേവി താൻ തന്നെ ഇരിപ്പിടം കൊടുത്ത് പറഞ്ഞു, സരമേ, സുഖമായി എൻ്റെ അടുത്ത് ഇരിക്കൂ. എല്ലാം ശരിക്ക് എന്നോട് പറയൂ. അതിക്രൂരനായ ദശാസ്യൻ്റെ നിശ്ചയമെന്താണ്? അല്പം വിറയലോടെ സീത ചോദിച്ചത് കേട്ട സരമ ഉത്തമ സഖിയെപ്പോലെ ദേവിയുടെ സമീപത്തിരുന്ന് മന്ത്രിമാരോടൊത്ത് രാജസദസ്സിൽ രാവണൻ പറഞ്ഞതെല്ലാം വിശദമാക്കി. ദേവിയെ വിട്ടയക്കുവാൻ അമ്മ ആവുന്നിടത്തോളം രാക്ഷസേന്ദ്രനോട് പറഞ്ഞു. മന്ത്രിവൃദ്ധന്മാർ നീതിയും ന്യായവും വ്യക്തമാക്കിക്കൊണ്ട് വളരെയധികം പറഞ്ഞു. മനുജേന്ദ്രനെ സൽക്കരിച്ച് സീതയെ സമർപ്പിക്കുവാൻ. ജനസ്ഥാനത്തിലുണ്ടായ കാര്യങ്ങൾ അവിടേക്ക് ദൃഷ്ടാന്തമല്ലേ? അതുമാത്രം പോരെ സീതയെ സമർപ്പിക്കുവാൻ? ഹനുമാൻ എന്നൊരു കഭീന്ദ്രൻ സമുദ്രം ചാടിക്കടന്നില്ലേ? പോരിൽ രക്ഷോവധം എത്രമാത്രമാണ് വായുപുത്രൻ ചെയ്തത്? ഏതൊരു മനുഷ്യന് ഇങ്ങനെ സാധിക്കും? ഇങ്ങനെയൊക്കെ അമ്മയും വൃദ്ധ മന്ത്രിയും അനേകം പ്രാവശ്യം പറഞ്ഞുവെങ്കിലും ലുബ്ധൻ സ്വത്തിനെ വിടാൻ ഉദ്ദേശിക്കാത്തതുപോലെ രാവണൻ ദേവിയെ വിടാൻ ഓർക്കുന്നതേയില്ല. ഒന്ന് തീർച്ച, അവൻ ഒരിക്കലും ദേവിയെ വിടുകയില്ല. യുദ്ധത്തിൽ മരിക്കുവാൻ തയ്യാറുമാണ്. അമാത്യന്മാരോടൊത്ത ആ നൃശംസന്റെ നിശ്ചയം ഇതാണ്. ചാകാനുള്ള ആഗ്രഹത്തിനാൽ വന്ന തീരുമാനമാണിത്. രാവണൻ ഭയം കൊണ്ട് ദേവിയെ വിടില്ല. പോരിൽ തോൽക്കാതെ യുദ്ധത്തിൽ സർവ്വരാക്ഷസന്മാരും താനും കൊല്ലപ്പെടാതെ അവൻ ദേവിയെ വിടില്ല. ഏതു തരത്തിലായാലും ഒന്ന് തീർച്ചയായി കൂരമ്പുകൾ കൊണ്ട് രാവണനെ പോരിൽ നിഗ്രഹിച്ച് ശ്രീരാമൻ സീതയെ അയോധ്യയിലേക്ക് കൊണ്ടുപോകും. പെട്ടെന്ന് ശംഖനാദത്തോടെ പെരുമ്പറയടി ഉയർന്നു. ഭൂമി കുലുങ്ങത്തക്ക വിധം കപിസേനകളുടെ ഗർജനം അന്തരീക്ഷത്തെ ഭേദിച്ചു. വാനര പെരുമ്പടയുടെ ഘോരാരവം കേട്ടപ്പോൾ ലങ്കാനിവാസികളായ രാക്ഷസന്മാരുടെ ഓജസ് ഇടിഞ്ഞു. അരചന്റെ ദുഷ്ടത കൊണ്ട് അസുരന്മാർക്ക് ശ്രേയസ് കണ്ടില്ല. ശംഖനാദത്തോടു കൂടിയ ഭേരീനാദം ദിക്കുകളിൽ മാറ്റൊലി കൊണ്ടു. മഹാബാഹുവും പുരഞ്ജയനുമായ ശ്രീരാമചന്ദ്രൻ ലങ്കയുടെ മതിലിനടുത്ത് താവളമടിച്ചു. ആ ഭയങ്കര ശബ്ദം യുദ്ധോദിക്തരായ വാനര സൈന്യങ്ങളുടെ ഉത്സാഹം കേട്ട രാവണൻ അല്പമൊന്ന് ആലോചിച്ച് അമാത്യന്മാരോട് എല്ലാവരോടുമായി സഭ മുഴങ്ങത്തക്ക വിധത്തിൽ നിന്ദാഭാവത്തിൽ പറഞ്ഞു. രാമന്റെ സൈന്യസജ്ജീകരണം, കടൽ താണ്ടി കടപ്പാനുള്ള സേതുബന്ധനം, പരാക്രമം ഇവയെ ഓരോന്നിനെ പറ്റിയും ഭവാന്മാർ പറഞ്ഞത് ഞാൻ കേട്ടു. അവാച്യ ബലശാലികളാണെങ്കിലും നിങ്ങൾ രാമന്റെ വിക്രമം അറിഞ്ഞ് മിണ്ടാതെ തമ്മിൽ നോക്കുന്നത് എന്താണ്? ലോകത്തെ മുഴുവൻ സന്തപിക്കുന്നവരും അതിക്രൂരനും മഹാശക്തനും രാക്ഷസേശ്വരനുമായ രാവണന്റെ വാക്കുകൾ കേട്ടു. അല്പം കഴിഞ്ഞപ്പോൾ മഹാപ്രാജ്ഞനും രാവണന്റെ സഹോദരനുമായ മാല്യവാൻ എന്ന രാക്ഷസശ്രേഷ്ഠൻ ഇപ്രകാരം തുടർന്നു. രാജാവെ, വിദ്യകൾ അഭ്യസിച്ച് നയത്തോടെ രാജ്യപരിപാലനം ചെയ്യുന്ന നൃപൻ ശത്രുക്കളെ കീഴടക്കി അനേക കാലം ഐശ്വര്യം നിലനിർത്തും. കാലത്തിനനുസരിച്ച് രിപുക്കളിൽ സന്ധി വിഗ്രഹാദികൾ നടത്തുന്നവൻ സ്വന്തം രാജ്യത്തെ വളർത്തിക്കൊണ്ട് സമ്പത്തും വളർത്തും. താഴ്ന്നിട്ടുള്ളവൻ സന്ധി ചെയ്യണം. തുല്യനായ നരേന്ദ്രനും അതാണ് ചെയ്യേണ്ടത്. ശത്രുക്കളെ അവഗണിക്കരുത്. ഏറ്റവും മികച്ച ശക്തിയോട് കൂടിയവൻ യുദ്ധം ചെയ്യണം. ഹേ രാവണ, നമുക്ക് തൽക്കാലം ഉചിതമായിട്ടുള്ളത് രാമനോട് സന്ധി ചെയ്യലാണെന്നാണ് എൻ്റെ അഭിപ്രായം. വൈരത്തിന് കാരണമായി തീർന്ന സീതയെ രാമന് നൽകുകയാണ് ഉത്തമം. ദേവന്മാരും ഋഷിവര്യന്മാരും ഗന്ധർവന്മാരും രാമന് ജയമാണ് ആശംസിക്കുന്നത്. ദശാനന, രാമനോട് പിണങ്ങരുത്. തീർച്ചയായും സന്ധി ചെയ്യൂ. ഭഗവാൻ പിതാമഹൻ 2 ഭാഗമായി സൃഷ്ടിച്ചു. സുരന്മാരും അസുരന്മാരും, ധർമ്മവും അധർമ്മവും ഇവരെ ആശ്രയിച്ചാണ് ഇരിക്കുന്നത്. ധർമ്മം വലിയ ദേവന്മാരുടെ ഭാഗത്തേക്ക് സൃഷ്ടിച്ചതാണെന്നാണ് നാം കേട്ടിട്ടുള്ളത്. രാക്ഷസന്മാർക്കും അസുരന്മാർക്കുമുള്ള പങ്കാണ് അധർമ്മം. മന്ദം ധർമ്മം അധർമ്മത്തെ മുഴുവൻ വിഴുങ്ങും. അന്നാണ് പ്രസിദ്ധമായ കൃതയുഗം. അതുപോലെ അധർമ്മം ധർമ്മത്തെ തിന്നുവാൻ തുടങ്ങുമ്പോൾ കലിയുഗം ആരംഭിക്കുകയായി. രാവണ, അങ്ങ് ഉലകം ചുറ്റി നടക്കുന്നതിനിടയിൽ അത്യുത്തമമായ ധർമ്മത്തെ മുടിച്ചു. അധർമ്മത്തിൽ ആഴുകയും ചെയ്തു. അതുകൊണ്ട് പ്രബലന്മാരായ വൈരികളും ഉണ്ടായിരിക്കുന്നു. അങ്ങ് തെറ്റു ചെയ്തു. അധർമ്മം ചീർത്തു വളർന്നു നമ്മെ വിഴുങ്ങുവാനും തുടങ്ങി. ദേവന്മാരുടെ പങ്ക് തടിക്കുകയും അവർക്ക് ദൈവാനുകൂല്യം സമ്പാദിക്കുകയും ചെയ്തു. വെറും ഭോഗങ്ങളിലുള്ള അത്യാഗ്രഹത്താൽ അങ്ങ് ഋഷിവര്യന്മാർക്ക് അതിദുഃഖത്തെ ജനിപ്പിച്ചു. അവരുടെ തേജസ് ദുർദർശമായിട്ടുള്ളതും
ഉമിത്തീ പോലെ എരിയുന്നതുമാണ്. ധർമാനുഗ്രഹത്തിൽ അതിതൽപരന്മാരായ അവർ കഠിന തപസ്സുകൊണ്ട് ആത്മശക്തി സമ്പാദിച്ചിരിക്കുന്നു. ആ ദ്വിജവരന്മാർ വിധി അനുസരിച്ച ഉത്കൃഷ്ട യജ്ഞങ്ങൾ ചെയ്യുന്നവരാണ്. സുസ്പഷ്ടമായി വേദങ്ങൾ ഉച്ചരിച്ച് ഹവിസുകൾ അഗ്നിയിൽ ഹോമിക്കും. കൂസലൊന്നും കൂടാതെ വേദങ്ങൾ അവർ ഉച്ചത്തിൽ ചൊല്ലുമ്പോൾ വേനൽക്കാലത്തെ കാർക്കൊണ്ടൽ പോലെ രാക്ഷസന്മാർ ഓടി ഒളിക്കുകയല്ലേ ചെയ്യുന്നത്. അഗ്നിതുല്യം പ്രഭ ചിതറുന്ന മാമുനീന്ദ്രന്മാർ ഹോമിക്കുമ്പോൾ ഉണ്ടാകുന്ന ധൂമജാലം 10 ദിക്കിലും നിറയും. ആ ഹോമധൂപങ്ങൾ രാക്ഷസന്മാരുടെ തേജസ്സിനെ അപഹരിക്കുകയാണ്. പുണ്യപ്രദേശങ്ങളിൽ ഇരുന്ന് ഉഗ്രതപസ് അനുഷ്ഠിക്കുന്ന ആ സുദൃഢവ്രതശാലികൾ അരക്കന്മാർക്ക് ചൂട് പിടിപ്പിക്കുകയാണ്. മഹാരാജാവേ, ഹേ രാവണ, ദേവയക്ഷാസുരന്മാരാൽ വധിക്കപ്പെടാത്ത വരമേ അങ്ങ് സമ്പാദിച്ചിട്ടുള്ളൂ. സുദൃഢ പരാക്രമികളും ബലദർപ്പിതരുമായി ലങ്കാഗോപുരദ്വാരത്തിൽ സിംഹനാദം ചെയ്യുന്നവർ നരന്മാരും വാനരന്മാരും വൃക്ഷങ്ങളും വജ്രതുല്യ പുച്ഛമാർന്ന കവികളുമാണെന്ന് ഓർമ്മ വേണം. ശേഷം ചരിതം നമുക്ക് അടുത്ത ഭാഗത്തിലൂടെ കാണാം. ഗുരുപാദങ്ങളിൽ സാഷ്ടാംഗ പ്രണാമത്തോടെ നമസ്കാരം.